നിങ്ങൾ അപ്ഡേറ്റ് ആയ വ്യക്തിയാണോ? നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ എത്ര തവണ അപ്ഡേറ്റ് ആവാറുണ്ട്? നമ്മുടെ ഫോണുകളും കമ്പ്യൂട്ടറുകളും നമ്മെ മികച്ചതാക്കാൻ വേണ്ടി നിരന്തരം പുതിയ പതിപ്പുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ജീവിതം എത്രത്തോളം അപ്ഡേറ്റ് ആകുന്നുണ്ട്? ഒന്നോർക്കുക, നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളല്ല, ദൈനംദിന ശീലങ്ങളാണ് നിങ്ങളുടെ നാളത്തെ വിജയം നിർണ്ണയിക്കുന്നത്. ഇന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് മെച്ചപ്പെടേണ്ടത് എന്ന് നോക്കാം. വിജയം ഒരു ഒറ്റരാത്രി പ്രതിഭാസമല്ല. നമ്മളിൽ പലരും വിചാരിക്കുന്നത് വലിയൊരു ലക്ഷ്യം നേടുമ്പോഴോ വലിയൊരു നേട്ടം കൈവരിക്കുമ്പോഴോ ആണ് നമ്മൾ വിജയിക്കുന്നത് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യമതല്ല. ജയം എന്നത് ദൈനംദിന ശീലങ്ങളുടെ ഫലമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല അത്. നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് വലിയ തീരുമാനങ്ങളല്ല, ചെറിയ ശീലങ്ങളാണ്. ഓരോ നിമിഷവും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചേർന്നാണ് നിങ്ങൾ ആരായി മാറും എന്ന് നിർണ്ണയിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ ഒരു പേജ് വായിക്കുന്നു, ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ 7 പേജ് വായിച്ചു. ഈ ചെറിയ ശീലമാണ് നിങ്ങളെ ഒരു മികച്ച വായനക്കാരനാക്കി മാറ്റുന്നത്. നേട്ടമല്ല, വ്യക്തിത്വമാണ് പ്രധാനം. ശീലങ്ങൾ മാറ്റാനുള്ള ഏറ്റവും മികച്ച വഴി നിങ്ങൾ എന്തു നേടാൻ ആഗ്രഹിക്കുന്നു എന്നതിലുപരി നിങ്ങൾ ആരായി മാറാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഒരു എഴുത്തുകാരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഒരു പുസ്തകം എഴുതി തീർക്കലാവരുത്. നിങ്ങളുടെ ശ്രദ്ധ എഴുത്തുകാരൻ എന്ന വ്യക്തിത്വത്തിലായിരിക്കണം. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വോട്ടാണ്. ആരോഗ്യവാനായ ഒരാളായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒരു പഴം കഴിക്കുന്നത് ആരോഗ്യവാനായ വ്യക്തിക്ക് നിങ്ങൾ നൽകുന്ന ഒരു വോട്ടാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും ആ വ്യക്തിത്വത്തിന് ശക്തി നൽകുന്നു. ഓർക്കുക, നിങ്ങളുടെ തന്നെ മികച്ച പതിപ്പായി മാറാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളെ സദാ തിരുത്തി എഴുതേണ്ടി വരും. ഇന്നലെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് തെറ്റായിരിക്കാം. മാറ്റത്തിന് സന്നദ്ധനാവുക. മാറാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. പണത്തെക്കുറിച്ചുള്ള ക്ലാസിക്കായ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകം ഒരു സുപ്രധാന പാഠം പഠിപ്പിക്കുന്നു. സദാ മാറ്റത്തിനും മെച്ചപ്പെടലിനും സന്നദ്ധരായിരിക്കുക. മാറ്റമില്ലാത്തവരായി ആരും തുടരരുത്. അല്ലാത്തപക്ഷം അവർ പിന്തള്ളപ്പെട്ടു പോകും. ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ നിങ്ങളുടെ അറിവും പെരുമാറ്റവും പഴയ പതിപ്പിൽ തന്നെ തുടർന്നാൽ നിങ്ങൾ സ്വാഭാവികമായും പിന്നോട്ട് പോകും. അതുകൊണ്ടാണ് നിങ്ങൾ സദാ അപ്ഡേറ്റ് ആകണം എന്ന് പറയുന്നത്. ആ പുസ്തകം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുടെ ഒരു ശ്രേണിയായി ജീവിതത്തെ കാണുകയും അവയെ പരിഹരിക്കുകയും ചെയ്യുന്നവനാണ് ഒരു സ്വതന്ത്ര മനുഷ്യൻ. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ അവയെ വെല്ലുവിളിയായി കണ്ട് പരിഹരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ ആരായി മാറാനാണ് ആഗ്രഹിക്കുന്നത്? ആ വ്യക്തിത്വത്തിന് വേണ്ടി ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ ശീലം എന്താണ്? ഒരു പഴയ പതിപ്പായി ഒതുങ്ങിപ്പോകാതെ എന്നും മെച്ചപ്പെട്ട ഒരു പുതിയ പതിപ്പായി മാറുക. നിങ്ങൾ ആരായി മാറാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഏറ്റവും മികച്ച ശീലം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇത്തരം വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.